എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂവിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ പറയുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മെറ്റാലിക് ലിക്വിഡ് ഐ ഷാഡോസ് ആണ്. ഇത് ശരിക്കും ടോട്ടൽ 12 ഷെയ്ഡ്സ് ഉണ്ട്. 12 ഷെയ്ഡ്സ് എന്ന് പറയാൻ കാരണം 6 ഷെയ്ഡ് നേരത്തെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴാണ് 6 ഷെയ്ഡ് ഈ റീസെൻറ്റ് ടൈമിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി സ്വിസ് ബ്യൂട്ടി ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ പലർക്കും ഒരു ധാരണയുണ്ട് സ്വിസ് ബ്യൂട്ടി ഒരു ചൈനീസ് ബ്രാൻഡാണെന്ന്. ബട്ട് അല്ല. സ്വിസ് ബ്യൂട്ടിയുടെ എല്ലാ ഓണേഴ്സും ഫൗണ്ടേഴ്സും ഒക്കെ ഇന്ത്യ ബേസ്ഡ് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കുറച്ച് പ്രോഡക്ട്സ് എനിക്ക് തോന്നുന്നു ചൈനയിലോ മറ്റോ ആണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർ മാനുഫാക്ചറിങ്ങും ടോട്ടൽ മാനുഫാക്ചറിങ് അവർ ഇന്ത്യയിലോട്ട് മാറ്റും. ഇത് ഒരു ചൈനീസ് ബ്രാൻഡ് അല്ല, ഇത് സ്വിസ് ബ്യൂട്ടി ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. നേരത്തെ ലോഞ്ച് ചെയ്തതിൽ എൻ്റെ കയ്യിൽ 2 ഷെയ്ഡ്സ് ഓൾറെഡി ഉണ്ട്. ഇതിൽ ഒന്ന് ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് 03 ഷാംപെയിൻ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പക്ക ഒരു ഷാംപെയിൻ കളറാണ്. ആൻഡ് നെക്സ്റ്റ് ഇത് ഡയമണ്ട് ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡും ആണ്. ഈ ഒരു ഡയമണ്ട് ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാനിപ്പോൾ എൻ്റെ ഐസിൽ ഇട്ടേക്കുന്നതും, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുതിയ ലോഞ്ച് ചെയ്തേക്കുന്നതിൽ എൻ്റെ കയ്യിൽ എല്ലാ 6 ഷെയ്ഡും ഉണ്ട്. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഈ ഒരു ലിക്വിഡ് ഐ ഷാഡോസ്. ഇനി ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ നല്ല പാക്കേജിങ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പാക്കേജിങ് ആണ്. റോസ് ഗോൾഡ് ബോക്സിലൊക്കെയാണ്. നല്ല ക്യൂട്ടാണ്, നല്ല സ്റ്റഡി ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഇതിൻ്റെ ബാക്കിൽ ഇവരിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റ് സ്റ്റണ്ണിങ് ഐ ലുക്സ് ദാറ്റ് പെർഫെക്റ്റ്ലി എൻഹാൻസ് എനി സ്റ്റൈൽ ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ ഈ ഒരു പാക്കേജിങ്ങിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്പേസിൽ തന്നെ എല്ലാ ഐ ഷാഡോസും കാണാൻ പറ്റും, ഏതൊക്കെ കളറാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ ഇത് പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ്. നല്ല സ്റ്റഡിയാണ് കേട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും വീഴുകയൊന്നുമില്ല. ഇതിൻ്റെ പാക്കേജിങ് എല്ലാം സെയിം ഒരേപോലത്തെ തന്നെയാണ്. നല്ലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ആൻഡ് ക്യാപ്പ് റോസ് ഗോൾഡ് ക്യാപ്പാണ്. ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് അടയ്ക്കുമ്പോൾ നല്ല സൗണ്ട് വരും. ഈ ഒരു സൗണ്ടിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ടൈറ്റ്ലി ക്ലോസ് ആയി എന്നുള്ളത്. അത് കാരണം ഇത് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഒട്ടും ലീക്കേജ് ആകുമോ അങ്ങനെ ഒന്നുമില്ല. പാക്കേജിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് ഡീറ്റെയിലിംഗ്സിനെ കുറിച്ചിട്ട് പറയാം. ഇതിന്റെ ഒരു സിംഗിൾ പീസിന് 199 റുപ്പീസ് ആണ്. നമ്മൾ ബൾക്കിൽ വാങ്ങിക്കുമ്പോൾ, അതായത് 3 4 ആയിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രൈസ് റെഡ്യൂസ് ആയിട്ട് കിട്ടും. അതല്ല നമ്മൾ ടോട്ടൽ 6 ഷെയ്ഡും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം 160-165 റുപ്പീസിന് വരും. അപ്പം ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ 2 or 3 ഷെയ്ഡ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് പൈസ വൈസും നല്ലത്. ആൻഡ് നമുക്ക് കുറച്ചും കൂടി ഒരു ഓപ്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും. കാരണം എല്ലാ കളേഴ്സും ഡിഫറെൻ്റ് ആണ്. ശരിക്കും ഇവർ ആദ്യമേ ഈ 6 ഷെയ്ഡ് ലോഞ്ച് ചെയ്തപ്പം ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ചും കൂടി ഇവർക്ക് കളർ ഓപ്ഷൻസ് ആവാമായിരുന്നു എന്ന്. അപ്പോഴാണ് അവർ വീണ്ടും 6 ഷെയ്ഡ്സ് ഇറക്കിയത്. ഇതിൻ്റെ ഷെയ്ഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് വഴിയെ പറയാം. ഇനി ഇതിൻ്റെ അവൈലബിലിറ്റി, ഇത് ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ്. നൈക്ക, പർപ്പിൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, കഫ്സ് ആൻഡ് ലാഷസ്. അപ്പം ഞാൻ വാങ്ങിച്ചത് കഫ്സ് ആൻഡ് ലാഷസിൽ നിന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പാക്കേജിങ് തുറന്ന് നോക്കാം. നേരത്തെ പാക്കേജിങ്ങിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇവരുടെ ഷെയ്ഡ് നമുക്ക് നന്നായിട്ട് തപ്പേണ്ടി വരുമായിരുന്നു. ഇവിടെയൊക്കെ ആയിട്ടാണ് ഷെയ്ഡ് മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷേ ന്യൂ പാക്കേജിങ്ങിൽ ഇവിടെ ആയിട്ട് ഒരു വൈറ്റ് സ്റ്റിക്കർ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഷെയ്ഡ് മെൻഷൻ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഷെയ്ഡ് 10 ഒറായൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതിപ്പം 7, 8, 9, 10, 11, 12 അങ്ങനെയാണ് കേട്ടോ. ആദ്യമേ 1, 2, 3, 4, 5, 6 അങ്ങനെയായിരുന്നു. പാക്കേജിങ് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായത് കാരണം നല്ല വിസിബിൾ ആണ് കളർ ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേറ്ററിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതൊരു ഡോ ഫുട്ട് ആപ്ലിക്കേറ്റർ ആണ്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ കുറച്ച് തിക്കാണ്. അത് കാരണം നമുക്ക് തിന്നായിട്ട് എന്തെങ്കിലും ഒരു സിംഗിൾ ഐലൈനർ പോലെയൊക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേറ്റർ കുറച്ച്
നമുക്ക് പോരാണ്ട് വരും. കാരണം നമ്മൾ വേറൊരു ഐലൈനർ ബ്രഷ് എടുത്തിട്ട് അത് ഡിപ്പ് ചെയ്തിട്ട് വേണം കുറച്ച് തിന്നായിട്ടുള്ള ഐലൈനർ അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളൊരു കട്ട് ക്രീസ് ലുക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ഷാഡോൻ്റെ ആപ്ലിക്കേറ്റർ പെർഫെക്റ്റ് ആയിരിക്കും. നല്ല സൂപ്പർവായിട്ട് നമുക്ക് കട്ട് ക്രീസ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേറ്ററിൻ്റെ ഒരു നല്ല സൈഡും ഉണ്ട്, ഒരു ചീത്ത സൈഡും ഉണ്ട്. ഇനിയും ഇതിൻ്റെ സ്റ്റെയിൻ പവറിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റെയിൻ പവർ ഉണ്ട് ഇതിന്. ഒരു 5 to 6 അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ തുടയ്ക്കുന്നിടം വരെ ഇത് അങ്ങനെ തന്നെ ഇരുന്നോളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കാരണം ഞാൻ പറയുന്നതാണ്. പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു ബേസ് മേക്കപ്പ്, അതായത് ഐസിന് ഒരു ബേസ് മേക്കപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കളർ പേ ഓഫിൻ്റെ ഒരു ക്വസ്റ്റ്യനെ ഇവിടെ വരുന്നില്ല. പിന്നെ നമുക്ക് ഒരുപാട് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, തിന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ആൻഡ് നന്നായിട്ട് ഇത് സ്മഡ്ജ് ആവും. എൻ്റെ ഐസിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ശരിക്കും ഐസ് കാണാനായിട്ട്. ആൻഡ് ഇത് ഡ്രൈ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും, ഒരു 1 to 2 minutes എടുക്കും. നമ്മൾ തിക്കായിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, തിന്നായിട്ട് ഇടുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേഗം തന്നെ ഉണങ്ങിക്കോളും. ആൻഡ് ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് ഫോൾ ഔട്ട് ഉണ്ടാവും. കാരണം ഒരു ഗ്ലിറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, നാച്ചുറലി കുറച്ച് ഫോൾ ഔട്ട് ഉണ്ടാവും. പക്ഷെ ആ ഫോൾ ഔട്ട് നമ്മുടെ ഇവിടെ ഇരിക്കും, ഡിപ്പോസിറ്റ് ആവുകയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ച് ഡ്രൈ ടവൽ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ അത് മാറിപ്പോക്കോളും. നമുക്കിനി ഇതിൻ്റെ വേഗം തന്നെ സ്വാച്ചസ് കണ്ടിട്ട് തിരിച്ചു വരാം. കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ കളേഴ്സിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇൻ മൈ ഒപ്പീനിയൻ ഇത് ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് 3-4 കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പാർട്ടി മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഐ ഷാഡോ ധാരാളം. അഫോർഡബിൾ ആണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി ഒട്ടും തന്നെ ചീപ്പല്ല. ക്വാളിറ്റി അത്രയും നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്. അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കളർ പേ ഓഫ് നല്ലതാണ്, സ്റ്റെയിൻ പവർ നല്ലതാണ്, അഫോർഡബിൾ ആണ്, ആൻഡ് അവൈലബിലിറ്റി എല്ലായിടത്തും ഉണ്ട്. സോ എല്ലാം നല്ലതാണ്, നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേറ്ററിൻ്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് സൈഡ് ലൈൻ ആക്കി കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐ ഷാഡോ ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് താങ്ക് യു. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.